ശ്രീനാരായണ ഗുരു 1856 ഓഗസ്റ്റ് 20 തിരുവനന്തപുരം ജില്ലയിലെ ചെമ്പഴന്തിയിലാണ് ശ്രീനാരായണ ഗുരു ജനിച്ചത്. വരേണ്യവൽക്കരിക്കപ്പെട്ട ആത്മബോധത്തിൽ നിന്നും കീഴാള ജനതയെ അടർത്തിമാറ്റി അവരിൽ സ്വത്വബോധം ഊട്ടിയുറപ്പിച്ചത് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനമാണ്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന് എന്ന ആശയത്തിലൂടെ ജാതി വ്യവസ്ഥയോട് കലഹിക്കുകയും തൊട്ടുകൂടായ്മയും തീണ്ടുകൂടായ്മയും തുടച്ചുമാറ്റി മനുഷ്യൻ എന്ന പരികൽപ്പനയ്ക്ക് കീഴിൽ എല്ലാവരും അണിനിരക്കേണ്ടതിൻ്റെ ആവശ്യകത അദ്ദേഹം നിരന്തരം ഓർമ്മിപ്പിക്കുകയും ചെയ്തു. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന് എന്ന ആശയം അദ്ദേഹം മുന്നോട്ട് വച്ചു. അതേപോലെ തന്നെ മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി, അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവ അപരന്യ സുഖത്തിനായി വരേണം. വിദ്യ കൊണ്ട് പ്രബുദ്ധരാകാനും സംഘടന കൊണ്ട് ശക്തരാകാനും അദ്ദേഹം ഉദ്ബോധിപ്പിച്ചു. ആരാധനാ സമ്പ്രദായത്തിൽ പുതുയുഗപ്പിറവി സംഭവിച്ചത് ശ്രീനാരായണ ഗുരുവിലൂടെയാണ്. 1888 അരുവിപ്പുറത്ത് ശിവസങ്കല്പ പ്രതിഷ്ഠ നടത്തിയത് ശ്രീനാരായണ ഗുരുവാണ്. ക്ഷേത്രങ്ങളോടനുബന്ധിച്ച് വിദ്യാലയങ്ങൾ, ഗ്രന്ഥശാലകൾ എന്നിവ വേണമെന്ന് അദ്ദേഹം ജനങ്ങൾക്ക് നിർദ്ദേശം നൽകി. 1903 SNDP രൂപീകരിച്ചത് ശ്രീനാരായണ ഗുരുവാണ്. വിദ്യാഭ്യാസം, ശുചിത്വം, ദൈവഭക്തി, സംഘടന, കൃഷി, വ്യാപാരം, സാങ്കേതിക പരിശീലനം, കൈവേലകൾ ഇവയിലൂടെ സമൂഹം പുരോഗതി പ്രാപിക്കണമെന്നും പുരോഗമന ചിന്തയാണ് അദ്ദേഹത്തിനുണ്ടായിരുന്നത്. 1924 ഇന്ത്യയിൽ ആദ്യത്തേതും ലോകത്തിൽ രണ്ടാമത്തേതുമായ സർവ്വമത സമ്മേളനം ആലുവയിലെ അദ്വൈത ആശ്രമത്തിൽ വെച്ച് സംഘടിപ്പിച്ചത് ശ്രീനാരായണ ഗുരുവാണ്. പല മത സാരവുമേകം എന്ന വിശ്വസാഹോദര്യ ദർശനമാണ് ഇതിന് പിന്നിലുണ്ടായിരുന്നത്. ക്രിസ്തുമതം, ഇസ്ലാം മതം, ബുദ്ധമതം, യഹൂദമതം, ആര്യസമാജം, ബ്രഹ്മസമാജം തുടങ്ങിയവയുടെ പ്രതിനിധികളെല്ലാം ഇതിൽ പങ്കെടുത്തു. 1922 നവംബർ 15 രവീന്ദ്രനാഥ ടാഗോറും 1925 മാർച്ച് 12 ഗാന്ധിജിയുമായും ശ്രീനാരായണ ഗുരു കൂടിക്കാഴ്ച നടത്തി. ദൈവദശകം, ദർശനമാല, ആത്മോപദേശ ശതകം, ശിവശതകം തുടങ്ങിയവ നിരവധി കൃതികൾ ശ്രീനാരായണ ഗുരു രചിച്ചിട്ടുണ്ട്. 1928 സെപ്റ്റംബർ 20 അദ്ദേഹം അന്തരിച്ചു.